ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സുബൈർ മരിച്ചു പോയതുകൊണ്ട് ആ സ്ഥാനത്തേക്ക് ഞങ്ങൾ കാണുന്നത് സുബൈറിന്റെ മകൾ നൂർജഹാനെയാ. നൂറ് വന്ന് പറയട്ടെ, ഞങ്ങൾ ഒഴിഞ്ഞുതരാം. 100 200 അല്ല ഇനി ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ പോകുന്നത്. കുടുംബത്തിലെ കാരണവർ എന്ന നിലയിലെ എല്ലാ കാര്യങ്ങളും എന്റെ നിയന്ത്രണത്തിലായിരിക്കും ഇനി മുന്നോട്ട് പോവുക. അതുകൊണ്ട് വലിയ മഹത്തായ നിയമങ്ങളൊന്നും പറയാതെ എത്രയും പെട്ടെന്ന് ഈ വീട് ഒഴിഞ്ഞു തരണം. ഇനിയൊരു പറച്ചിലുണ്ടാവില്ലെന്നാണ് പറഞ്ഞത്. അബൂബക്കറെ, ഞങ്ങൾ വാടകക്കാർ തന്നെ, ഒഴിഞ്ഞു തരേണ്ടി വരുവാ. പക്ഷേ നമ്മൾ തമ്മിൽ യാതൊരു വാടകക്കാരിലും ഒപ്പുവെച്ചിട്ടില്ലല്ലോ. ഒപ്പുവെച്ചവരോ അവരുടെ രക്തബന്ധത്തിലുള്ളവരോ ഒന്ന് പറയട്ടെ എന്ന് ഞങ്ങൾ പറയുന്നുള്ളൂ. നൂർജഹാനോ പിന്നെ സുബൈറിന്റെ ഒരു സഹോദരൻ ഉണ്ടായിരുന്നല്ലോ, സുബൈദ എന്ന് പറയട്ടെ, ഞങ്ങൾ മാറിത്തരാം. ശരി, സുബൈദ നാളെ വരും, നൂർജഹാനും നാളെ വരും. വരിക മാത്രമല്ല, വീട് ഒഴിഞ്ഞു തരണമെന്ന് പറയുകയും ചെയ്യും. അപ്പൊ വല്ല തട്ടാമുട്ടി പറഞ്ഞാലുണ്ടല്ലോ. ഇയാൾ ആരെയും പേടിപ്പിക്കുന്നേ? ഞങ്ങള് വാടക ഏതെങ്കിലും തരത്തിൽ മുടക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. നിങ്ങളുടെ വീടിന്റെ ഏതെങ്കിലും തരത്തിൽ കേടുപാട് വരുത്തിയിട്ടുണ്ടോ? ഞങ്ങൾ ഒന്ന് അഡ്വാൻസ് തുകയെ നിങ്ങളുടെ കയ്യിരിപ്പണെന്ന് ഓർക്കണം. വാടകയ്ക്ക് താമസിക്കുന്നു പറഞ്ഞേ എന്തോന്ന് വിളിച്ചു പറയാന്ന് വിചാരിക്കരുതേ. അല്ല, ഇങ്ങനെ പെട്ടെന്ന് ഒന്ന് മാറണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എങ്ങോട്ട് പോകാനാ? ഞങ്ങൾക്ക് കുറച്ച് സമയം വേണം. മാത്രമല്ല, ജീവിതകാലം മുഴുവൻ ഇവിടെ കിടക്കണമെന്ന് ഞങ്ങൾക്ക് ഒരാഗ്രഹവും ഇല്ല. പിന്നെ എല്ലാത്തിനും ഒരു മര്യാദയില്ലേ? അത് രണ്ടു കൂട്ടരും പാലിക്കണമെന്നേ ഞങ്ങൾ പറയുന്നുള്ളൂ. അങ്ങനെ ഒരു സമയം ഇനി തരാൻ പറ്റില്ല. ഇന്നോ നാളെയോ ഇവിടുന്ന് ഇറങ്ങിക്കൊള്ളണം. ഇല്ലെങ്കിൽ JCB കൊണ്ടുവന്ന് ഞാൻ ഈ വീടങ്ങ് ഇടിച്ചു നിരത്തും. പറഞ്ഞില്ലെന്ന് വേണ്ട. അതെ അതെ, ഞങ്ങൾ ഒഴിപ്പിക്കാൻ വേണ്ടിയേ ഇയാൾ ഇത് ഇടിച്ചു നിരത്താൻ നിൽക്കണ്ട. ഇത് സുബൈറിന്റെ സ്വപ്ന ഭവനമാ. ഞങ്ങൾ കാരണം അതിനൊരു കോട്ടം വരണ്ട. ഞങ്ങൾ ഒഴിഞ്ഞു പോയിക്കോളാം. എങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം. ഇനി ഒരു വരവ് കൂടി എനിക്കിങ്ങോട്ടുണ്ടാവരുത്. അതെ, ഞങ്ങൾ ഒഴിഞ്ഞു പൊക്കോളാന്ന് പറയുന്നുണ്ടല്ലോ. വേറെ ഏതെങ്കിലും വീട് കണ്ടുവച്ചിട്ടാണോ പറയുന്നേ? ഇവിടുന്ന് ഇറങ്ങിയ ഇവിടെയുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെക്കാൻ ഒരു സ്ഥലം വേണ്ടേ? നോക്ക്, ഇതൊന്നും കാണാതെ പൊയ്ക്കോളാന്ന് പറയുന്ന എന്തുദ്ദേശത്തില്ല? ഭാമേ, നമുക്കിനി എന്തിനാ വേറെ വീട് അന്വേഷിക്കുന്നേ? നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാന്ന്. അവിടെ തുറഞ്ഞെടുക്കല്ലേ? ഓ, ആ വീട്ടിലെ നിങ്ങൾ ഒറ്റയ്ക്ക് അങ്ങ് പോയി താമസിച്ചാ മതി. എന്നെ കിട്ടില്ല അവിടെ പോയി താമസിക്കാൻ. അതിന് തയ്യാറായിട്ട് ആരും നിൽക്കുകയും വേണ്ട. എന്ത് ചെയ്യാനാ? പറഞ്ഞോട്ട് കേൾക്കത്തുമില്ല. എടോ പിള്ളേ, ഇനിയിപ്പോ ഇറങ്ങേണ്ടത് എന്തോ ചെയ്യും? കഷ്ടം.